ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഭൂമിശാസ്ത്രം എന്ന ഏരിയ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതുവരെ ഇന്ത്യ, കേരള, ലോക ചരിത്രങ്ങളും ഭരണഘടനയും നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഓരോ ടോപ്പിക്സും SCRT പൂർണ്ണമായിട്ടും പാഠഭാഗങ്ങൾ പഠിച്ചു പോകുന്ന രീതിയിലായിരുന്നു നമ്മളിതുവരെ ക്ലാസ്സുകൾ തന്നിരുന്നത്. ഇനി വ്യത്യസ്ത ടോപ്പിക്സിലെ ക്ലാസ്സുകൾ പാരലായിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്തു, അതിനോടൊപ്പം തന്നെ എക്കണോമിക്സും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഷഫിൾ ചെയ്താണ് തരുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കുന്നതിന് വേണ്ടിയുള്ളൊരു സൗകര്യത്തിന് കൂടിയാണ്. ഒരു ക്ലാസ് തന്നെ തുടർച്ചയായിട്ട് കേൾക്കുമ്പോൾ ഒരു മടുപ്പുണ്ടാകണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. അതുപോലെ തന്നെ 5ാം ക്ലാസ് 2024 പാഠപുസ്തകം റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിവൈസ് ചെയ്ത പാഠപുസ്തകമല്ല ഞാൻ തന്നിട്ടുള്ളത്. ഇത് പഴയ പാഠപുസ്തകം തന്നെയാണ്. റിവൈസ് ചെയ്തത് നമ്മൾ പിന്നീട് നമുക്ക് നോക്കാം. കാരണം ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് പഴയ പാഠപുസ്തകങ്ങളാണ് ഒന്നും കൂടി എക്സാമിന് നല്ലത്. പുതിയ പാഠഭാഗങ്ങൾ നമ്മൾ പഠിക്കും, അതിനു മുന്നേ പഴയ ഭാഗങ്ങൾ കൂടി നമ്മൾ പഠിച്ച് പോകണം. സോ ഇത് 5ാം ക്ലാസ്സിലെ 10ാമത്തെ പാഠമാണ്, കേരളക്കരയിൽ. അപ്പോൾ നമ്മൾ ആദ്യം കേരള ഭൂമിശാസ്ത്രമാണ് പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം ഇന്ത്യൻ, അത് കഴിഞ്ഞ് ലോകം. ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാഠത്തിൻ്റെ പേര് കേരളക്കരയിൽ എന്നാണ്. 5ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ പറയുന്നത്. പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ നാടാണ് കേരളം. കുന്നുകളും നദികളും കായലുകളും കടൽ തീരവും വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളും മിതമായ കാലാവസ്ഥയും കേരളത്തിൻ്റെ സവിശേഷതകളാണ്. കേരളത്തിൻ്റെ സവിശേഷത കുന്നുകളും നദികളും കായലുകളും കടൽ തീരവും അല്ലേ. അപ്പോൾ എല്ലാ തരത്തിലുള്ള വാട്ടർ റിസോഴ്സും ഉണ്ട്. ദെൻ വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളും മിതമായ കാലാവസ്ഥയാണ് കേരളത്തിൻ്റെ പ്രത്യേകത. പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ SK പൊറ്റക്കാട് കേരളത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. കേരളമേ, നിന്റെ യോമന പേർ കേൾക്കെ, കോൾമയിർ കൊള്ളുന്നു എൻ ഉള്ളമെന്നും. നീരാളിപ്പച്ച വിരിച്ച വയലുകൾ, നീളെ കിടക്കുമുൾ നാടുകളും, വാരിളം പുല്ലണിക്കുന്നിൻ പുറങ്ങളും, നേരറ്റ നീരലർ പൊയ്കകളും, പൂത്തിരി കത്തിച്ച പാതിരാവും, പിന്നെ പൂത്തിരുവാതിര പൂനിലാവും. അപ്പോൾ കേരളത്തെക്കുറിച്ചുള്ള മനോഹരമായ ഒരു കവിതയാണ്. സോ ഈ ഒരു കവിത ശകലം എഴുതിയിരിക്കുന്നത് SK പൊറ്റക്കാടാണ് എന്ന് ഓർക്കുക. അപ്പം ഇത്രയും മനോഹരമായ നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയണ്ടേ? നമുക്ക് കൂടുതൽ എന്തായാലും അറിഞ്ഞേ കഴിയൂ. ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി, അപ്പോൾ ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരളം. അപ്പോൾ കേരളം ഇന്ത്യയുടെ തെക്കേ അറ്റത്താണ് അല്ലേ. തെക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും താഴ്ഭാഗത്താണ്. തെക്കേ അറ്റത്ത് കിഴക്ക് പശ്ചിമഘട്ടത്തിനും, അപ്പോൾ കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് നമ്മുടെ കേരളം സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്ത് പശ്ചിമഘട്ടമാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്ത് പശ്ചിമഘട്ടവും പടിഞ്ഞാറ് അറബിക്കടലാണ്. അപ്പോൾ കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കിഴക്ക് പശ്ചിമഘട്ടം, പടിഞ്ഞാറ് അറബിക്കടൽ. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെ? കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? ഏറ്റവും ചെറിയ ജില്ല ഏത്? കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെ? ഈ ചോദ്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓരോ ചോദ്യത്തിനും നമ്മൾ തന്നെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കേരളത്തിൽ എത്ര ജില്ലയുണ്ടെന്നൊക്കെ നമുക്കറിയാം അല്ലേ. കടൽ തീരമില്ലാത്ത ജില്ല എത്ര? ഏറ്റവും ചെറിയ ജില്ല ഏത്? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ SCRT സൊല്യൂഷൻസ് നമ്മുടെ വിൻസ്പയറിൻ്റെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാനതിവിടെ പറയുന്നില്ല. അപ്പം നിങ്ങൾ അറിയുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് നോക്കൂ. ദെൻ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെക്കുറിച്ച് പറയുന്ന സമയത്ത് പടിഞ്ഞാറ് അറബിക്കടൽ, അപ്പോൾ പടിഞ്ഞാറ്
അറബിക്കടൽ. അതിനോട് ചേർന്ന മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ തുടങ്ങി കുന്നുകളും താഴ്വരകളും കടന്ന് കിഴക്കൻ അതിർത്തിയിലെത്തുമ്പോഴേക്കും കുതിച്ച് പാഞ്ഞൊഴുകുന്ന കാട്ടാറുകളും ഉയരം കൂടിയ കൊടുമുടികളും ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് നമ്മുടെ കൊച്ചു കേരളം. അപ്പോൾ പടിഞ്ഞാറ് അറബിക്കടലാണ്. കിഴക്ക് പോകുന്ന സമയത്ത് കുറേ നദികളും കുന്നുകളും താഴ്വരകളും ഉണ്ട് എന്ന് പഠിക്കാം. സമുദ്രനിരപ്പിൽ നിന്നും എത്ര അടി ഉയരത്തിലാണ് എന്ന് അടിസ്ഥാനമാക്കി കേരളത്തിനെ 3 തരംതിരിക്കാറുണ്ട്. മലനാട്, ഇടനാട്, തീരപ്രദേശം. കേട്ടോ, മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പോൾ നമുക്ക് ആ ഒരു മാപ്പിൽ നോക്കാം. കേരളത്തിൻ്റെ ഭൂപ്രകൃതി കണ്ടില്ലേ? ഇവിടെ 3 കളേഴ്സ് എടുത്തിട്ടുണ്ട്. യെല്ലോ കളറുണ്ട്, ഗ്രീൻ കളറുണ്ട്, പിന്നെ ഒരു ബ്രൗൺ കളർ പോലും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ യെല്ലോ കളർ തീരപ്രദേശമാണ്. ഈ കാണുന്നത് തീരപ്രദേശമാണ്, പടിഞ്ഞാറൻ ഭാഗമാണ് അല്ലേ, തീരപ്രദേശമാണ്. ഇതിൻ്റെ ഇടയിലുള്ളത് ഇടനാടാണ് അല്ലേ, ഇടനാടാണ്. then ഈ ബ്രൗൺ കളറിൽ കൊടുത്തിരിക്കുന്നത് മലനാടാണ്. സോ ഇവിടുത്തെ സമുദ്രനിരപ്പിൽ നിന്നും എത്ര അടി അല്ലെങ്കിൽ എത്ര മീറ്റർ ഉയരമാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 7.5 മീറ്റർ. 7.5 മീറ്ററിനേക്കാൾ താഴെയാണെങ്കിൽ സമുദ്രനിരപ്പിൽ 7.5 മീറ്ററിനേക്കാൾ താഴെയാണെങ്കിൽ തീരപ്രദേശം. ഇനി 7.5ക്കും 75 മീറ്ററിനും ഇടയിലാണ് എങ്കിൽ ഇടനാട്. 75 മീറ്ററിന് മുകളിലാണെങ്കിൽ മലനാട്. അപ്പോൾ എന്തായാലും 7.5 എന്ന സംഖ്യ തന്നെയാണ് നമ്മൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറുത് 7.5 ആണ്, അത് തീരപ്രദേശമാണ്. ഇനി 7.5ഉം 75ഉം ചേർത്ത് വെച്ചിട്ട് ഇതിനിടയിൽ എന്ന് ഇടനാട്. then 75 ഏറ്റവും ഉയരമുള്ളത്. അപ്പോൾ 75നേക്കാൾ മുകളിൽ മലനാട്. കുന്നിൻ പ്രദേശങ്ങളായിരിക്കുമല്ലോ ഏറ്റവും ഉയരമുള്ളത്. അപ്പോൾ ഈ ഒരു കണക്ക് പഠിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം മലനാടുകളെക്കുറിച്ച് പഠിക്കാം. ഇവിടെ മനോഹരമായിട്ടുള്ള ആ ഒരു പർവ്വതനിര തന്നിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. ഉയരം കൂടിയ കുന്നുകളും മലകളും ഒക്കെയുള്ള ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. അപ്പോൾ നദികളെല്ലാം, കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് മലനാടിൽ നിന്നാണ്. സ്റ്റേറ്റ്മെൻ്റാണ്, ഓർക്കുക. ഈ ഭൂവിഭാഗത്തിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. അപ്പോൾ കൂടുതൽ വനമേഖലയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത, നദികളെല്ലാം ഉത്ഭവിക്കുന്നത് മലനാട്ടിലാണ്. ഇവിടുത്തെ ഭൂരിഭാഗം പ്രദേശവും വനങ്ങളാണ്. ഇനി സഹ്യൻ്റെ മടിയിൽ തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിൻ്റെ മലനാട് പ്രദേശം. കേരളത്തിൻ്റെ മലനാട് പ്രദേശം തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ്. അപ്പോൾ പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്നത് തമിഴ്നാട് മുതൽ ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന വിശാലമായിട്ടുള്ള മലനിരകളാണ്. ആ ഭാഗം കേരളത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഭാഗം കേരളത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് തമിഴ്നാട് മുതൽ ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്നതാണ്. ദെൻ ഇവിടെയുള്ള മൃഗങ്ങളുടെ പേര് പഠിക്കുക. കടുവ, പുലി, വരയാട്, സിംഹവാലൻ കുരങ്ങ് എന്നിവയും രാജവെമ്പാല ഉൾപ്പെടെ പലതരം പാമ്പുകൾ, നിരവധിയിനം പക്ഷികൾ, ചിത്രശലഭങ്ങൾ, ഇങ്ങനെ അപൂർവ ഇനം മൃഗങ്ങൾ പശ്ചിമഘട്ടത്തിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ വേഴാമ്പൽ എന്ന പക്ഷിയുടെയും ദെൻ ആടിൻ്റെയും അല്ലെ വരയാടിൻ്റെയൊക്കെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നമുക്ക് വലിയ വലിയ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എവിടെയൊക്കെയാണ് ഏതൊക്കെയാണ് കൂടുതലുള്ളതെന്നുള്ള ഡീറ്റെയിലേക്ക് കിടക്കും. ഇവിടെ ചെറുതായിട്ട് നമ്മൾ ഒന്ന് പറഞ്ഞ് വെക്കാൻ പോവാണ്. സോ ഇനി കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്ത് ഇവിടെ തന്നെ നമ്മുടെ സഹ്യപർവ്വതത്തിൽ തന്നെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ ഇനം മൃഗങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. സോ ഈട്ടി, അകിൽ, ചന്ദനം, രക്തചന്ദനം തുടങ്ങിയ മരങ്ങളും പലതരം ഓർക്കിഡുകളും നിറഞ്ഞതാണ് പശ്ചിമഘട്ട മേഖല. ക്ലാസ് കുറച്ച് സ്ലോ ആണെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ പ്ലേ ബാക്ക് സ്പീഡ് കൂട്ടിയിടുക കേട്ടോ. ഞാൻ സ്പീഡിന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഫോളോ ചെയ്യാൻ കഴിയില്ല. ഞാൻ കുറച്ച് സ്ലോയിലായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പ്ലേ ബാക്ക് സ്പീഡ് കൂട്ടിയിട്ട് ചെയ്യുക കേട്ടോ. യൂട്യൂബിൻ്റെ സെറ്റിങ്സ് എടുത്തിട്ട് പ്ലേ ബാക്ക് സ്പീഡ് 1.5 1.75 ഇട്ട് കേട്ടാലും കുഴപ്പമില്ല. സമയം ലാഭിച്ച് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ കേരളത്തിലെ
പർവ്വത പ്രദേശങ്ങൾ അല്ലെങ്കിൽ പർവ്വത നിരയ്ക്കുള്ള പേരാണ് സഹ്യപർവ്വത നിര. അപ്പോൾ നമ്മുടെ പശ്ചിമഘട്ട മേഖലയുടെ മറ്റൊരു പേരാണ് സഹ്യപർവ്വത നിര. സഹ്യപർവ്വത നിര. അപ്പോൾ ഇതിൻ്റെ കുറേ ചിത്രങ്ങൾ നമുക്ക് കമ്പ്യൂട്ടറിൽ നോക്കിയാൽ കിട്ടും എന്ന് പറഞ്ഞ് കുട്ടികളോട് ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. അത് തൽക്കാലം നമുക്ക് ആവശ്യമില്ല. ദെൻ നിശബ്ദയുടെ താഴ്വരയിൽ, നിശബ്ദത സൈലന്റ് വാലിയെ കുറിച്ചാണ് പറയുന്നത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലന്റ് വാലി. ഇതെല്ലാം പഠിക്കാം. പാലക്കാട് ജില്ലയിലാണ്, താലൂക്ക് മണ്ണാർക്കാടാണ്. അപ്പോൾ അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു വനപ്രദേശമാണ് സൈലന്റ് വാലി എന്ന് പറയുന്നത്. ചീവിടുകൾ അപൂർവമായതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് സൈലന്റ് വാലി. അപ്പോൾ സൈലന്റ് വാലി എന്ന് പേര് വരാൻ കാരണം ചീവിടുകൾ അവിടെ അപൂർവമായിട്ടാണുള്ളത്. അപ്പോൾ ചീവിടുകളുടെ ശബ്ദമാണ് എപ്പോഴും ഒരു പ്രദേശത്തെ, ഒരു വനപ്രദേശത്തെ ശബ്ദമുഖരിതമാക്കുന്നത്. അവിടെ ചീവിടുകൾ ഇല്ലാത്തത് കൊണ്ട് അത്ര ശബ്ദമുള്ള സ്ഥലമല്ല, നിശബ്ദമായി കിടക്കുന്നതെന്നല്ല, അത്ര ശബ്ദമുള്ള ഒരു ഏരിയ അല്ല. അതുകൊണ്ടാണ് സൈലന്റ് വാലി. അപ്പോൾ സൈലന്റ് വാലി എന്ന് പേര് വരാൻ കാരണം ചീവിടുകൾ ഇവിടെ അപൂർവമായതുകൊണ്ടാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ ഉൾപ്പെടെ നിരവധി സസ്യജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണിത്. അപ്പോൾ നമ്മുടെ സൈലന്റ് വാലി പേര് കേട്ടിരിക്കുന്നത് സിംഹവാലൻ കുരങ്ങുകളുടെ സാമീപ്യം കൊണ്ടാണ്. അപ്പോൾ അത് വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം കൂടിയാണ് ഈ സിംഹവാലൻ കുരങ്ങ് എന്ന് പറയുന്നത്. ഇനി സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങളാണ് ഇടനാട്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും എല്ലാം ചേർന്നതാണ് ഇടനാട്. അപ്പോൾ ഇടനാട്ടിൽ എന്തൊക്കെയുണ്ട്? കുന്നുകളും താഴ്വരകളും ഉണ്ട്, നദീതടങ്ങളും ഉണ്ട്. അപ്പോൾ ചെറിയ കുന്നുകളാണ് അല്ലേ, ചെറിയ കുന്നുകളാണ്, താഴ്വരകളുണ്ട്, നദീതടങ്ങളുണ്ട്. ഇടനാടിൻ്റെ കിഴക്കും പടിഞ്ഞാറും അതിരായ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഭൂപടത്തിൽ നോക്കി കണ്ടെത്താനാണ്. നമ്മളതൊക്കെ പറയും കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. പൊതുവെ മണൽ നിറഞ്ഞ പ്രദേശമാണ്. അപ്പോൾ തീരപ്രദേശത്തിൻ്റെ പ്രത്യേകത മണൽ നിറഞ്ഞ പ്രദേശമാണ്. ഇനി കാലാവസ്ഥ, കേരളത്തിൻ്റെ കാലാവസ്ഥയിലേക്ക് വരാം. ഇത് വളരെ കുറഞ്ഞ വിവരങ്ങളെ ഇവിടെ പറയുന്നുള്ളൂ. പിന്നെ ഇവിടെ മാപ്പ് നോക്കി കണ്ടെത്താൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാം. നമ്മൾ ഹയർ ക്ലാസ്സിൽ വരുന്ന സമയത്ത് അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും. ഞാൻ അതുകൊണ്ടാണ് അതിലേക്ക് കിടക്കാത്തത്. സോ നമുക്ക് ആ വലിയ ക്ലാസ്സിൽ വരുമ്പോൾ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നിങ്ങൾ അതിൽ നോക്കി കണ്ടെത്തൂ എന്ന് പറയുമ്പോൾ അത് ടെൻഷൻ ആകണ്ട. നമുക്കിപ്പോൾ ഈ ഒരു ക്ലാസ്സിലെ മാപ്പ് നോക്കി പറയൽ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാനത് പറയാത്തത്. ദെൻ കാലാവസ്ഥയിലേക്ക് വരാം. മിതമായ കാലാവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. കേരളത്തിലെ കാലാവസ്ഥ മിതമാണ്. ഇപ്പോൾ ചെറിയ ക്ലാസ് ആയതുകൊണ്ടാണ് ചെറിയ ഫോമിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നമുക്ക് മുന്നോട്ട് പോകുന്നതോറും നന്നായിട്ട് പഠിക്കാം. അതികഠിനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാനുള്ള കാരണം കടലിൻ്റെ സാമീപ്യമാണ്. അപ്പോൾ കേരളത്തിൽ കടലുള്ളത് കൊണ്ടാണ് ചൂടോ അല്ലെങ്കിൽ തണുപ്പ് അതികഠിനമായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കാലം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിലാണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ജൂൺ മാസത്തിൽ തുടങ്ങുന്ന ഈ മഴക്കാലം ഇടവപ്പാതി, കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നു. എല്ലാം PYQ ആണ്. അപ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ജൂൺ മാസത്തിൽ തുടങ്ങുന്ന ഈ മഴയെ നമ്മൾ ഇടവപ്പാതി, കാലവർഷം, അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പേരാണ് ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം. കാലവർഷം ഇത് ആരംഭിക്കുന്നത് ജൂൺ മാസത്തിലാണ് അല്ലേ. നമ്മൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന മാസത്തിലാണ്. കുട്ടികൾ സ്കൂളിൽ പോകുന്ന ചിത്രമൊക്കെ കൊടുത്തിരിക്കുന്നുണ്ടല്ലേ. ഇനി വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം, അതിൻ്റെ മറ്റൊരു പേരാണ് തുലാവർഷം. വൈകുന്നേരങ്ങളിൽ ഇടിയോടുകൂടിയ മഴയാണ് തുലാവർഷത്തിൻ്റെ പ്രത്യേകത. PYQ ആണ്. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്, ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ തുലാവർഷം എന്നുള്ളത് വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലമാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിൻ്റെ പേര് ഇടവപ്പാതി, കാലവർഷം, ഇതൊക്കെയാണ്. ഡിസംബർ മാസത്തോടെ കേരളത്തിൽ നേരിയ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങും. കേരളത്തിൽ തണുപ്പ് വരുന്നത് ഡിസംബർ മാസത്തോടെയാണ്. ഫെബ്രുവരി മാസത്തോടെ വേനൽക്കാലം
ആരംഭിക്കും. ഫെബ്രുവരി മാസത്തിലാണ് വേനൽക്കാലം ആരംഭിക്കുന്നത്. അപ്പോൾ ഡിസംബറിൽ തണുപ്പ്, ഫെബ്രുവരിയിലോ വേനൽ, ദെൻ ജൂൺ ആകുമ്പോൾ മഴക്കാലം. അപ്പം ഇതെല്ലാം ആ ഒരു മാസം തുടങ്ങുന്നത് മാത്രമാണ്, ആ ഒരു കാലാവസ്ഥ തുടങ്ങുന്ന മാസം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി നമുക്ക് വഴിയെ പഠിക്കാം. അപ്പോൾ വേനൽക്കാലത്ത് എന്തൊക്കെ പ്രത്യേകതയാണ് നമ്മുടെ നാട്ടിൽ അനുഭവപ്പെടുന്നത്? നദികളിൽ നീരൊഴുക്ക് കുറയുന്നു അല്ലേ, ജലസ്രോതസ്സുകൾ കുറയുന്നു, ചൂട് അനുഭവപ്പെടുന്നു, അങ്ങനെ കുറേ വിഷയങ്ങളുണ്ടാകുന്നു അല്ലേ. ഇനി കേരളത്തിൻ്റെ നദികളെക്കുറിച്ച്, ഇത് 5ാം ക്ലാസ്സിലെ പാഠപുസ്തകമാണെന്ന് ഓർക്കുക, അതുകൊണ്ടാണ് കുറഞ്ഞ ഡീറ്റെയിൽ ഉള്ളത് കേട്ടോ. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു നദികളെല്ലാം പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, കേരളത്തിലെ നദികൾ. അപ്പോൾ കേരളത്തിൽ 44 നദികളുണ്ട്. ഇതിൽ കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3 കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ. ബാക്കിയെല്ലാം പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിലേക്കാണ് ഒഴുകുന്നത്. ഇത് നേരെ കിഴക്കോട്ടാണ്, കബനി, ഭവാനി, പാമ്പാർ. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. ഏറ്റവും നീളമുള്ളതാണ് കേട്ടോ, ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. ഓക്കെ അല്ലേ. ഇനി കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ തന്നിട്ടുണ്ട്, സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നോക്കാം. ഇനി നദികൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണ്? നമുക്ക് കുടിവെള്ളം കിട്ടും, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടും അല്ലേ. ഇവിടെ നിങ്ങൾക്ക് ചിത്രം കാണുന്ന സമയത്ത് ആ ഒരു നദി വളരെ മലിനമായിട്ട്, അതേപോലെ ജലം കുറഞ്ഞതായിട്ട്, വറ്റി വരേണ്ടതായിട്ട് നമുക്ക് കാണാം അല്ലേ. കേരളത്തിലെ നദികൾ ഇന്ന് മലിനീകരണ ഭീഷണി നേരിടുകയാണ്. നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് കുട്ടികളോട് ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം കരയിടിച്ചിൽ, അതേപോലെ മണ്ണെടുത്തുകൊണ്ട് പോകൽ അല്ലേ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇവിടെ പുനർജനി എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കാണാം. എന്താണ് പുനർജനി? 4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ട് പോയ അട്ടപ്പാടിയിലെ കൊടുങ്ങാരപ്പള്ളം പുഴ അതിൻ്റെ ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 4 നൂറ്റാണ്ട് 25 വർഷം മുമ്പ് വറ്റി വരണ്ട് പോയ അട്ടപ്പാടിയിലെ പുഴയുടെ പേരാണ് കൊടുങ്ങാരപ്പള്ളം പുഴ. അത് വീണ്ടും അതിൻ്റെ ജലം ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്നും ഉത്ഭവിച്ച് ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന പുഴയാണ് കൊടുങ്ങാരപ്പള്ളം പുഴ. അപ്പോൾ ഈ പുഴ തമിഴ്നാട് അതിർത്തിയിലെ പൊന്മുടിയിൽ നിന്നാണ് ഉത്ഭവിച്ച് തുടങ്ങുന്നത്. ഇത് എത്തിച്ചേരുന്നത് ഭവാനിപ്പുഴയിലാണ്, ഭവാനി എന്ന് പറയുന്ന പുഴയിലാണ്. ഈ പുഴ നശിക്കാനുള്ള കാരണം വനനശീകരണമാണ് പുഴയുടെ നാശത്തിന് വഴിതെളിച്ചത്. മഴക്കുഴികൾ, തടയണകൾ എന്നിവയുടെ നിർമ്മാണം, കാട് വെച്ച് പിടിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ മൂലം പുഴ നീരൊഴുക്ക് വീണ്ടെടുത്ത് അട്ടപ്പാടി പ്രദേശത്തു കൂടി വീണ്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പുഴ വീണ്ടെടുക്കാനുള്ള കാരണം മഴക്കുഴികൾ, തടയണ നിർമ്മാണം, കാട് വെച്ച് പിടിപ്പിക്കൽ. അപ്പോൾ നമുക്ക് പുഴ എങ്ങനെയൊക്കെ വീണ്ടെടുക്കാമെന്ന് ചോദിച്ചാൽ മഴക്കുഴികൾ നിർമ്മിക്കാം, തടയണകൾ നിർമ്മിക്കാം, കാട് വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, PSC ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു ഫാക്റ്റാണ്. ഇനി കായലിലേക്ക് വരാം. നമ്മൾ നദികൾ പറഞ്ഞു. ഇനി എന്താണ് കായൽ? കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. അപ്പം കടലിനോട് ചേർന്നാണ് കായലുകൾ കാണുന്നത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. PYQ ആണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത് 3 ജില്ലകളിലായിട്ടാണ്: ആലപ്പുഴ, കോട്ടയം, എറണാകുളം. മത്സ്യബന്ധനം, കക്കവാരൽ, കയർ വ്യവസായം, വിനോദസഞ്ചാരം ഇവകൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കായലിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ നല്ലൊരു വരുമാന മാർഗമാണ് ഒരു കായൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് മത്സ്യബന്ധനം, കക്കവാരൽ, കയർ വ്യവസായം, വിനോദസഞ്ചാരം എന്നീ മേഖലകളിലൂടെ ആ കായലുകളെ പ്രയോജനപ്പെടുത്താൻ കഴിയും. അപ്പോൾ കടലിനോട് അനുബന്ധമായിട്ട് കാണുന്ന വാട്ടർ റിസോഴ്സാണ്, ജലസ്രോതസ്സുകളാണ് കായലുകൾ എന്ന് പറയുന്നത്. ഇനി തടാകങ്ങൾ, കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ. അപ്പോൾ കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ. അപ്പോൾ ചുറ്റും കരയുണ്ടാവും.
കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ്. അപ്പോൾ ശാസ്താംകോട്ട തടാകമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട തടാകം. ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. കായൽ കടലിനോട് അടുത്ത് കാണപ്പെടുന്നു. തടാകങ്ങൾക്ക് ചുറ്റും കരയാണ് ഉണ്ടാവുക. മനസ്സിലായോ? അപ്പോൾ കായലിന് സമീപം കടലാണ്, തടാകങ്ങൾക്ക് ചുറ്റും കരയാണ്. ഇനി നമ്മുടെ കായലുകളും തടാകങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളാണ് വ്യവസായ മാലിന്യങ്ങളുടെ നിക്ഷേപം, അതേപോലെ മണൽ ഖനനം. ഇതൊക്കെ നമ്മുടെ കായലും തടാകങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളാണ്. നദികളും കായലുകളും തടാകങ്ങളും കേരളീയരുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ചരിത്രപരമായും സാംസ്കാരികമായും പ്രാധാന്യമർഹിക്കുന്ന പല സ്ഥലങ്ങളും നദീതീരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അല്ലെ, നദീതട സംസ്കാരം ലോക ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ട സാധനമാണ്. അതൊരു ഡിഗ്രി ലെവൽ ഫാക്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിൽ അത് പറയാത്തത്. ചരിത്രപരമായും സാംസ്കാരികപരമായും പ്രാധാന്യമർഹിക്കുന്ന പല സ്ഥലങ്ങളും തീരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്കാരവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളതാണ് നദീതീരങ്ങൾ. ദെൻ കൃഷിയും ജനജീവിതവും. കേരളം ഒരു കാർഷിക പ്രാധാന്യമുള്ള സംസ്ഥാനമാണ്. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ കൃഷിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു. അപ്പോൾ വളക്കൂറുള്ള മണ്ണ്, അതേപോലെ മഴ, ധാരാളമായി ലഭിക്കുന്ന മഴ. അതുകൊണ്ടാണ് കേരളത്തിൽ കൂടുതൽ വളക്കൂറുള്ളത്, അല്ലെങ്കിൽ കൃഷി യോഗ്യമായിട്ടുള്ളത്. ഇനി പ്രധാനപ്പെട്ട കൃഷി വിളകളെ കുറിച്ച് നോക്കാം. എപ്പോഴും ചോദിക്കുന്നതാണ്. തീരപ്രദേശങ്ങളിൽ തെങ്ങ്, നെല്ല് തുടങ്ങിയ വിളകളാണ് മുഖ്യമായും കൃഷി ചെയ്യുന്നത്. ഇവിടുത്തെ കായലുകൾ മത്സ്യകൃഷിക്ക് വ്യാപകമായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ തീരപ്രദേശത്ത് തെങ്ങ്, നെല്ല് എന്നിവ കൃഷി ചെയ്യാൻ കഴിയും. സമീപത്ത് കായലുള്ളത് കൊണ്ട് മത്സ്യകൃഷിയും വ്യാപകമായിട്ട് നടക്കും. ഇനി ഇടനാടിലോ? ഇടനാട്ടിലെത്തുമ്പോഴേക്കും വൈവിധ്യമാർന്ന വിളകൾ നമുക്ക് കൃഷി ചെയ്യാൻ കഴിയും. നെല്ല്, തെങ്ങ് ഇവിടെയും പറ്റും. വാഴ, ചേന, ചേമ്പ്, കമുക്, റബ്ബർ, മരിച്ചീനി, കാപ്പി, കുരുമുളക് എന്നീ വിളകളാണ് ഇടനാട്ടിൽ. ഇപ്പോൾ നെല്ല്, തെങ്ങ് അത് തീരപ്രദേശത്തും കഴിയും, ഇടനാട്ടിലും കഴിയും. വാഴ, ചേന, ചേമ്പ്, കമുക്, റബ്ബർ, മരിച്ചീനി, കാപ്പി, കുരുമുളക് ഇവകളെല്ലാം ഇടനാട്ടിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി മലനാട്ടിൽ പൊതുവെ അനുഭവപ്പെടുന്ന തണുപ്പുള്ള കാലാവസ്ഥ തേയില, ഏലം, കുരുമുളക്. അല്ലേ, കുറച്ച് ഹൈ റേഞ്ച് ഏരിയകൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അവിടെയൊക്കെ തേയില, ഏലം, കുരുമുളക് പോലുള്ളവയാണ്. തേയില, ഏലം, കുരുമുളക്. കുരുമുളക് ഇടനാട്ടിലും വരുന്നുണ്ട് കേട്ടോ. കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണം ചിങ്ങമാസത്തിലെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഓണം ചിങ്ങമാസത്തിലെ വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വിഷുവിന് കാർഷിക ഫലങ്ങൾ കൊണ്ട് കണിയൊരുക്കുന്നതും പത്താമുദയത്തിന് വിളയിറക്കുന്നതുമൊക്കെ കേരളീയ സംസ്കാരത്തിൽ കൃഷിയുടെ സ്ഥാനം വ്യക്തമാക്കുന്നു. അപ്പോൾ നമ്മുടെ പല ഉത്സവങ്ങളും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് കൃഷിയുമായിട്ട് അത്രയും വലിയ ബന്ധമുണ്ട്. നമ്മുടെ കാർഷിക സംസ്കാരവും വിളവൈവിധ്യവും സജീവമായി നിലനിർത്തുന്നതാണ് ഈ ആഘോഷങ്ങൾ, അല്ലേ? അപ്പോൾ നമുക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം പഴഞ്ചൊല്ലുകളൊക്കെ കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ബോട്ട് റേസ് ആണല്ലേ, വള്ളംകളി മത്സരത്തിൻ്റെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ വിട പറയുന്ന വിളവൈവിധ്യം. പല തരത്തിലുള്ള വിളകളും ഇന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? കാർഷിക മേഖലയിലുള്ള താല്പര്യക്കുറവൊക്കെയാണ് അതിൻ്റെ പ്രധാന കാരണം. മലയാളികൾ ഇന്ന് വ്യാവസായിക പ്രാധാന്യമുള്ള റബ്ബർ തുടങ്ങിയ വിളകൾ പരമ്പരാഗത വിളകൾക്ക് പകരമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി. അല്ലെ, ബ്രിട്ടീഷുകാർ വന്ന് ഇവിടെ തുടങ്ങി വെച്ച ഒരു സംഗതിയാണ്. അത് പിന്നീട് നമ്മൾ ലാഭം നോക്കി നമ്മൾ അല്ലാതെ തന്നെ ചെയ്യാൻ തുടങ്ങി. ഭക്ഷ്യവിളകളേക്കാൾ വ്യാവസായിക വിളകൾക്കാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത്. അതിനാണ് കൂടുതൽ കാശ് കിട്ടുന്നത്. ദെൻ ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതോടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ തേടി പോകുന്നവരുടെ എണ്ണം കൂടുന്നു. ഇത് യുവാക്കളിൽ കൃഷിയോടുള്ള ആഭിമുഖ്യത്തിൽ കാര്യമായ മാറ്റം വരുത്തിയിട്ടുണ്ട്. കൂടാതെ പരമ്പരാഗത വിളകൾ കൃഷി ചെയ്യുന്നതിനുള്ള താല്പര്യക്കുറവും ഇന്ന് കേരളത്തിലൊരു പ്രശ്നമായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ കൃഷി ചെയ്യുന്നവർ പരമ്പരാഗത വിളകൾ കൃഷി ചെയ്യുന്നില്ല, അവർക്ക് വാണിജ്യ വിളകളോടാണ് താല്പര്യം. ഇനി അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ, യുവതലമുറ, അവർക്ക് കൃഷിയോട് ഒട്ടും തന്നെ താല്പര്യവും ഇല്ല. ഇതെല്ലാം നമ്മുടെ കൃഷി മേഖലയെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്.
ദെൻ എൻ്റെ കൃഷിത്തോട്ടം. അപ്പോൾ കുട്ടികളോട് കാർഷിക മേഖലയിലുള്ള താല്പര്യം വളർത്താൻ വേണ്ടി പറയാണ്, നിങ്ങളുടെ വീട്ടും പരിസരത്തും സ്കൂളും പരിസരത്തും കൃഷി ചെയ്യാൻ എന്ത് ചെയ്യുക, പച്ചക്കറി, നെല്ല് എന്നിവ കൊണ്ട് കൃഷി ചെയ്ത് നോക്കൂ, അത് നല്ലൊരു അനുഭവമാണെന്ന് കുട്ടികളോട് ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി. ദെൻ ഗതാഗതത്തിലേക്ക് വരാം. കേരളത്തിൽ ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിനും അനുയോജ്യമായ ഗതാഗത മാർഗങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ഭൂപ്രകൃതി അനുസരിച്ച് ഇപ്പോൾ റോഡ് മാർഗം നന്നായിട്ട് പണിയാൻ കഴിയുന്ന മേഖലകളിൽ റോഡായിരിക്കും. ഇനി നദീതീരങ്ങളും അതേപോലെ ജലസ്രോതസ്സുകളാണ് ഉള്ളത് എങ്കിൽ അവിടെ ജലഗതാഗതമായിരിക്കും. അപ്പോൾ ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിനും അനുയോജ്യമായിട്ടുള്ള ഗതാഗത മാർഗങ്ങൾ കേരളത്തിലുണ്ട്. കായലുകൾ, തടാകങ്ങൾ, നദീമുഖങ്ങൾ എന്നിവ നിറഞ്ഞ തീരപ്രദേശത്ത് ജലഗതാഗത മാർഗത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. തിരുവനന്തപുരം മുതൽ ഹോസ്ദുർഗ് വരെ നീളുന്ന ജലപാത നമുക്കുണ്ട്. അപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡിലാണല്ലേ ഹോസ്ദുർഗ് വരെ നീണ്ടു നിൽക്കുന്ന ജലഗതാഗതം നമുക്കുണ്ട്. മത്സ്യബന്ധനം, ഗതാഗതം, രാജ്യരക്ഷ ഇവയ്ക്കൊക്കെ വേണ്ടി തുറമുഖങ്ങളും വികസിപ്പിച്ചിട്ടുണ്ട്. കായലുകൾക്ക് കുറുകെ പാലങ്ങൾ വന്നതോടെ തീരപ്രദേശത്ത് കൂടി റെയിൽ പാതകളും ദേശീയപാതകളും കേരളത്തിലുണ്ടായി. അപ്പോൾ പാലങ്ങൾ സജീവമായി വന്നതോടുകൂടി തീരപ്രദേശത്ത് കൂടി റെയിൽ പാതകളും ദേശീയപാതകളും കേരളത്തിലുണ്ടായി. ഇടനാട്ടിലും മലനാട്ടിലും റോഡ് ഗതാഗതമാണ് കൂടുതലുള്ളത്. അപ്പോൾ തീരപ്രദേശത്ത് ജലഗതാഗതമാണ് കൂടുതലുള്ളത്, ഇടനാട്ടിലും മലനാട്ടിലും റോഡ് ഗതാഗതം. അപ്പോൾ തീരപ്രദേശങ്ങളിലും റോഡ് ഗതാഗതം തന്നെയാണ് നിലവിൽ അധികരിച്ചു വരുന്നത് അല്ലേ. ജലഗതാഗതം ഉണ്ട്, പക്ഷെ അതൊക്കെ അധികവും വിനോദസഞ്ചാരത്തിനും മത്സ്യബന്ധനത്തിനും മാത്രമാണ് ഉപയോഗിക്കുക. ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉപയോഗിക്കുക വളരെ ചുരുക്കമാണ് അല്ലേ. ദെൻ പശ്ചിമഘട്ടത്തിലെ ചുരങ്ങൾ വഴി തമിഴ്നാട്ടിലും കർണാടകത്തിലേക്കും ഈ പാതകൾ നീളുന്നു. അപ്പോൾ നമ്മുടെ റോഡ് തമിഴ്നാട്ടിലും കർണാടകയിലേക്ക് നീളുന്നത് ചുരങ്ങൾ വഴിയാണ്. പ്രശസ്തമായിട്ടുള്ള കുറച്ച് ചുരങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളും കേരളത്തിലുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. ഇന്ത്യയുടെ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള വിവരങ്ങളാണ് കേട്ടോ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി വിദേശ രാജ്യങ്ങളിലേക്കും വിമാന സർവീസുകൾ, അപ്പോൾ ഡൊമസ്റ്റിക്കും ഉണ്ട്, ഇൻ്റർനാഷണൽ എയർലൈൻസ് അല്ലെങ്കിൽ എയർ സർവീസും ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് മാപ്പിൽ ആ ഒരു വഴിയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. റെയിൽവേ, സംസ്ഥാനപാത, ദേശീയപാത, ജില്ലാ അതിര്, സംസ്ഥാന അതിരുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മാപ്പിൽ കാണാൻ കഴിയും. ദെൻ കേരളത്തിൽ റെയിൽ പാത ഇല്ലാത്ത ജില്ല ഏതൊക്കെയെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അവിടെ റെയിൽ പാത ഇല്ല? അതേപോലെ ദേശീയപാതകൾ ഏറ്റവും കൂടുതലായി കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത് എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരം നമുക്ക് ടെലഗ്രാം ചാനലിൽ കിട്ടും കേട്ടോ. ടെലഗ്രാം ചാനലിൽ തരുന്നതാണ്. ഇനി ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഹരിതാഭമായ പർവ്വതങ്ങളും മലകളും നിറഞ്ഞ ഭൂപ്രകൃതി, ധാരാളമായി ലഭിക്കുന്ന മഴ, അനേകം നദികൾ, സുഖകരമായ കാലാവസ്ഥ, ഉയർന്ന സാക്ഷരതയും സംസ്കാരവുമുള്ള ജനത, ഇത്രയേറെ സമ്പന്നമായ നമ്മുടെ കേരളത്തിൻ്റെ വൈവിധ്യവും വിഭവ സമ്പത്തും വരും തലമുറയ്ക്കായി കാത്തു സൂക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. അത് നമ്മുടെ കടമയാണ്. അപ്പം അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. 5ാം ക്ലാസ്സിലെ പാഠമാണ്. വളരെ കുറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് കേട്ടോ. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത്. കേരളത്തിൽ ഇടവിട്ട് അനുഭവപ്പെടുന്ന മഴക്കാലവും വേനൽക്കാലവും വ്യത്യസ്ത കാർഷിക വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. കൃഷിയിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരമാണ് കേരളത്തിനുള്ളത്. 5ാം ക്ലാസ്സിലെ പാഠപുസ്തകമായതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ഡീറ്റെയിലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മൾ 10ാം ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പിക്ചർ ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ജോഗ്രഫി പല ആളുകൾക്കും അത്ര രസമുള്ളൊരു ടോപ്പിക് ആയിരിക്കില്ല. അപ്പോൾ കുറച്ച് മനസ്സിലാക്കി പഠിക്കുക. SCRT-യിലൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആകും. ഒരു റാങ്ക് ഫയൽ പഠിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിൽ പഠിക്കുന്നതിനേക്കാൾ SCRT ഉപയോഗിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് ഒരു ക്ലാരിറ്റിയോടുകൂടി പഠിക്കാൻ കഴിയുക. സോ ഞാൻ അധികം സമയം നീട്ടുന്നില്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടാം. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും.